നമുക്കറിയാം ഈ കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഈ അശുദ്ധ രക്തങ്ങൾ എത്തുന്നത് വെയിൻസ് വഴിയാണ്. അപ്പോൾ അതിന് മുകളിലോട്ട്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ബ്ലഡ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുക, ഹാർട്ടിൽ നിന്ന് കാലും ഹാർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഈ സർക്കുലേഷൻ ഒന്നും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും. അതായത് കാലുകൾ മടക്കി വെക്കുക, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കുന്നതും ചമ്രം പടിഞ്ഞിരിക്കില്ലേ, അങ്ങനെ ഇരിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഇനി ആയുർവേദത്തിൽ ഇത് സിരാഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഡിസീസുമായിട്ടാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് രക്തമോക്ഷനാണ് മെയിൻ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ നേരം നിൽക്കുമ്പോൾ ഒരുപാട് ബ്ലഡ് ഹാർട്ടിലോട്ട് എത്താതെ അത് പൂൾ ചെയ്ത് കിടക്കും നമ്മുടെ കാലിൽ, അല്ലെങ്കിൽ കാലിൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ കൂടുതലായിട്ടും കാല് തൂക്കിയിട്ടിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടും ഈ കാലിൽ ബ്ലഡ് അടിഞ്ഞുകൂടുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അക്ഷര, ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെരിക്കോസ് വെയിനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വെരിക്കോസ് വെയിൻ അറിയുന്നതിൻ്റെ മുന്നേ നമുക്ക് ബ്ലഡ് വെസൽസിനെ പറ്റിയിട്ട് ആദ്യം പറയാം. അതായത് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിലോട്ട് എത്തിക്കാനും അതുപോലെ സെല്ലുകളിലേക്ക് എത്തിക്കാനും നമുക്ക് എന്തൊക്കെയുണ്ട്, ആർട്ടറീസും ഉണ്ട്, അതുപോലെ വെയിൻസും ഉണ്ട്. ഈ ശുദ്ധമായിട്ടുള്ള രക്തത്തെ ക്യാരി ചെയ്യുന്നത് എപ്പോഴും ആർട്ടറീസും, അശുദ്ധമായിട്ടുള്ള അതായത് ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ സെൽസിൽ നിന്ന് ഹാർട്ടിലേക്ക് എത്തിക്കുന്നത് വെയിൻസ് വഴിയാണ്. നമുക്കറിയാം ഈ കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഈ അശുദ്ധ രക്തങ്ങൾ എത്തുന്നത് വെയിൻസ് വഴിയാണ്. അപ്പോൾ അതിന് മുകളിലോട്ട്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ബ്ലഡ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ഫ്ലോനെ സഹായിക്കുന്നത് ഈ വെയിൻസിനകത്ത് കുറച്ച് വാൾവുകളുണ്ട്. ഈ വാൾവുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലും നമുക്ക് കാലുകളിൽ നിന്ന് മുകളിലേക്ക് ഹൃദയത്തിലോട്ട് ഈ ബ്ലഡ് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വാൾവുകളിൽ എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ വാൾവുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതെ പോകുമ്പോഴാണ് ഈ ബ്ലഡ് നമ്മുടെ കാലുകളിൽ കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകും, ഈ വെയിൻസിനകത്ത് ബ്ലഡ് കെട്ടിക്കിടന്ന് സ്വെല്ലിങ്ങുകൾ അത് വീർക്കാൻ തുടങ്ങും. അത് സ്കിന്നിന്റെ തൊട്ട് താഴെ ഒരു നീല കളറിൽ കാണപ്പെടാനും കാരണമാകുന്നു. ഇങ്ങനെയുള്ള ഈ രക്തം കാലുകളിലെ വെയിൻസിൽ കെട്ടിക്കിടക്കുമ്പോൾ അത് സ്വെല്ലിംഗ് ആയിട്ട് മാറും. ഈ സ്വെല്ലിംഗ് പിന്നെ സ്കിന്നിന്റെ തൊട്ട് താഴെയായിട്ട്, അല്ലെങ്കിൽ സ്കിന്നിന്റെ തൊട്ട് താഴത്തെ ലെയറിൽ തന്നെ നമുക്കൊരു നീല കളറിലുള്ള ലൈൻസ് പോലെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. വേദന ഇവിടെ ഉണ്ടായിരിക്കും. ഇത് കൂടി വരുമ്പോഴാണ് പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആളുകൾക്ക് ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഒരുപാട് നടക്കാൻ പറ്റായിക, അല്ലെങ്കിൽ ഇരിക്കാനും നിൽക്കാനും കഴിയാത്ത ഒരവസ്ഥയിലോട്ട് എത്തിക്കുന്നത്. ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഒരു ഒക്യുപ്പേഷണൽ ഡിസീസ് ആയിട്ടാണ് പറയുന്നത്. അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതായത് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരിലായിരിക്കും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഒരുപാട് നേരം ഇരിക്കുന്നതും ഇംപ്രോപ്പറായിട്ട്, അതായത് കറക്റ്റ് അല്ലാത്ത പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അസുഖം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഒരുപാട് നേരം നിൽക്കുമ്പോൾ എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ഈ വാൾവ്സ് ഡാമേജ് ആവുന്ന സമയത്ത് ഒരുപാട് ബ്ലഡിൻ്റെ പൂളിങ്, അല്ലെങ്കിൽ ബ്ലഡ് ഒരുപാട് ഈ വെയിൻസിൽ കെട്ടിക്കിടക്കും ഒരുപാട് നിൽക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്തായാലും കാലുകൾ തൂക്കിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇതും എന്തുണ്ടാക്കും, ബ്ലഡ് വെസൽസിൽ അല്ലെങ്കിൽ വെയിൻസിനകത്ത് ബ്ലഡ് കെട്ടിക്കിടക്കുന്നതിൻ്റെ മറ്റൊരു കാരണമാകുന്നു. ഈ വെയിൻസിനകത്തുള്ള വാൾവുകൾ ശരിയായ രീതിക്ക് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ നേരം നിൽക്കുമ്പോൾ ഒരുപാട് ബ്ലഡ് ഹാർട്ടിലോട്ട് എത്താതെ അത് പൂൾ ചെയ്ത് കിടക്കും നമ്മുടെ കാലിൽ, അല്ലെങ്കിൽ കാലിൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ കൂടുതലായിട്ടും കാല് തൂക്കിയിട്ടിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടും ഈ കാലിൽ ബ്ലഡ് അടിഞ്ഞുകൂടുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് 2 പില്ലോ ഹൈറ്റിൽ കാല് പൊക്കി വെക്കാൻ ശ്രമിക്കുക. ഇരിക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം,
വേറെ ഒരു സ്റ്റൂള് എന്നല്ല, കുറച്ചും കൂടെ ഹൈറ്റിലോട്ട് വേണം നമ്മുടെ കാലുകൾ എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട്. ഹാർട്ടിനോട് അടുത്തേക്ക് വരുന്ന രീതിക്ക് നമ്മുടെ എക്സ്ട്രിമിറ്റീസ്, അതായത് കാലുകൾ എപ്പോഴും ഹാർട്ടിനോട് അടുത്ത് വരുന്ന രീതിക്ക് വെക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം നമുക്ക് ഈ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന ഈ ഡിസീസ് നമുക്കൊരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ ഇരിക്കുന്ന സമയത്താണെങ്കിൽ കാല് നമ്മൾ ഇരിക്കുന്ന അതേപോലത്തെ മറ്റൊരു ചെയറിലോട്ടോ അല്ലെങ്കിൽ സ്റ്റൂളിലോട്ടോ ആയിരിക്കും കാല് പൊക്കി വെക്കുക. അതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് നമ്മൾ കാല് വെക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന രീതിക്ക് എക്സ്ട്രിമിറ്റീസ്, അതായത് കാലുകൾ വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പം നമുക്ക് എന്തുണ്ടാവും, ഡിസ്റ്റൻസ് കുറയുമ്പോൾ സർക്കുലേഷൻ കൂടും. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുക, ഹാർട്ടിൽ നിന്ന് കാലും ഹാർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഈ സർക്കുലേഷൻ ഒന്നും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും. അതായത് കാലുകൾ മടക്കി വെക്കുക, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കുന്നതും ചമ്രം പടിഞ്ഞിരിക്കില്ലേ, അങ്ങനെ ഇരിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. നമ്മുടെ എക്സ്ട്രിമിറ്റീസ് നമുക്ക് മാക്സിമം ഹാർട്ടിനോട് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഈ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ്, അതായത് ലെഗിലുള്ള കാലുകളിലുള്ള മസിൽസ്, അതിനെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരിക. ആ മസിൽസിന് സ്ട്രെങ്തൻ വരുമ്പോൾ മസിൽസിൻ്റെ ഒക്കെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ഈ വെയിൻസ് ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ വെയിൻസിന് ഒരു പ്രഷർ കിട്ടും. ഈ പ്രഷർ കാരണം നമുക്ക് എന്തുണ്ടാവും, മുകളിലോട്ട് രക്തയോട്ടം മുകളിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. ഇനി ഈ വെരിക്കോസ് വെയിനിൻ്റെ സൈൻസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ആദ്യം തന്നെ കാണിക്കുന്നത് വെയിൻസ് പുറത്തോട്ട് വരിക, അല്ലെങ്കിൽ നല്ല അസഹനീയമായിട്ടുള്ള കാല് വേദന, ചുട്ടുപുകച്ചൽ പോലെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇത് കണ്ട പാടനെ നമുക്ക് വേണമെങ്കിൽ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉണ്ട്, സോക്സ് പോലെയുള്ളത്, അത് നമുക്ക് കാലിൽ വെയർ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അത് നമുക്ക് ഈ മസിൽസിനെ ടൈറ്റൻ ചെയ്യിക്കാനും സ്ട്രെങ്തൻ ചെയ്യിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വെയിൻസിൽ കൂടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടാൽ തന്നെ നമുക്കൊരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ആയുർവേദത്തിൽ ഇത് സിരാഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഡിസീസുമായിട്ടാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് രക്തമോക്ഷണമാണ് മെയിൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. രക്തത്തിൻ്റെ ശുദ്ധി വരുത്തുക, അല്ലെങ്കിൽ രക്തത്തിൻ്റെ നമ്മൾ ഈ എക്സസ് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മൾ പുറത്തോട്ട് എടുക്കും. അതുപോലെ തന്നെ ധാരാളം ആളുകൾ മസാജ് ചെയ്യാറുണ്ട് കാലിൽ. അപ്പോൾ കാലിൽ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും താഴോട്ട് നമ്മൾ മസാജ് കൊടുക്കരുത്. എപ്പോഴും നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ, അതായത് മുകളിലോട്ട് വേണം മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തൈലം, സർക്കുലേഷൻ കൂട്ടുന്ന തരത്തിലുള്ള സഹചരാതി പോലത്തെ തൈലങ്ങൾ നമുക്ക് യൂസ് ചെയ്തിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ നമുക്ക് മസാജ് കൊടുക്കുന്നത് ഒരു പരിധി വരെ നമ്മുടെ ഈ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർ യോഗ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഉത്കടാസനം, താടാസനം, ഹസ്തപാദ അങ്കുഷ്ടാസനം, സർവാംഗാസനം പോലുള്ള യോഗകൾ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ വാക്കിംഗ്, സ്വിമ്മിങ്, സൈക്ലിംഗ് പോലുള്ള കാര്യങ്ങളും വാട്ടർ എക്സസൈസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാട്ടറിൽ ചെയ്യുന്നതും, അതായത് സ്വിമ്മിംഗ് പൂളിൽ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. വെരിക്കോസ് വെയിൻ ഉള്ളവർ നിർബന്ധമായിട്ടും പോസ്റ്റർ കറക്ഷൻ ആണ് നടത്തേണ്ടത്. അതായത് ഇരിക്കുന്നതും നിൽക്കുന്നതിൻ്റെ ഒക്കെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ശ്രദ്ധയിൽ വെക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.